അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഉപദ്രവകാരികളായ ജീവികളെ, മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന, ശല്യം ചെയ്യുന്ന ജീവികളെ കൊല്ലാൻ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഒരു ജീവിയെയും അനാവശ്യമായി അകാരണമായി കൊന്നുകളയുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. എല്ലാ വസ്തുക്കളോടും നമ്മൾ കരുണ കാണിക്കണം. എന്നാൽ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന പല്ലി, കാക്ക, കടിക്കുന്ന നായ, പാമ്പ് തുടങ്ങിയിട്ടുള്ള ജീവികൾ നമുക്ക് ഉപദ്രവം ചെയ്യുക എന്നല്ല, ആ സാഹചര്യത്തിൽ അവയെ കൊന്നുകളയുക എന്നുള്ളത് ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏതു ജീവിയോടും അതിനെ കൊല ചെയ്യുമ്പോൾ പോലും, ശത്രുവിനെ പോലും നാം അവരോട് ആ സമയത്ത് പോലും കരുണ കാണിക്കണമെന്നും വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. പല്ലി എന്നുള്ള ജീവി നമുക്കറിയാം. നാം കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ കിടന്നുറങ്ങുമ്പോൾ അവ വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കാഷ്ടിച്ചും മൂത്രിച്ചും ഒക്കെ ശല്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വസ്തുവകളൊക്കെ കാഷ്ടിച്ചുകൊണ്ടും മറ്റുമൊക്കെ കടിച്ചു തിന്നുകൊണ്ടൊക്കെ നശിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പല നിലക്കും ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അവയെ കൊല്ലാൻ നമ്മോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകിയപ്പോൾ തന്നെയും അവിടുന്ന് പ്രത്യേകം പറഞ്ഞതായി കാണാൻ കഴിയും. മൻ ഖതല വസഅൻ ഫി അവ്വലി ദർബത്തിൻ കുത്തിബത്തു ലഹു മിഅത്തു ഹസന. ഒറ്റ അടിക്ക് ഒരു പല്ലി ഒരാൾ കൊന്നാൽ 100 പ്രതിഫലം അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അഥവാ പെട്ടെന്ന് കൊല്ലുമ്പോൾ തന്നെ അതിന് പെട്ടെന്ന് തന്നെ അതിനെ കൊന്നുകളയണം. എന്നല്ലാണ്ട് വാല് മുറിച്ച്, കൈ മുറിച്ച് ഇങ്ങനെ അല്പാൽപമായി അതിനെ കൊല്ലുക എന്നുള്ളതിന് വല്ലാതെ വേദന സൃഷ്ടിക്കുന്ന, വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണല്ലോ. അങ്ങനെയാവരുത്. ഒറ്റപ്രാടിക്ക് തന്നെ അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആക്കി സാധിച്ചാൽ 100 പ്രതിഫലം അള്ളാഹു തആല നൽകും. രണ്ടാമത്തെ പ്രാവശ്യമാണ്, രണ്ടാമത്തെ അടിക്കാൻ അതിനെ കൊല്ലു ചെയ്യുന്നതെങ്കിലോ ദൂനദാലിക്, 100-നേക്കാൾ താഴെയായിരിക്കും പ്രതിഫലം കിട്ടുക. മൂന്നാമതാകുമ്പോൾ അതിനേക്കാൾ താഴെയായിരിക്കും പ്രതിഫലം കിട്ടുക എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇത്തരം ഉപദ്രവകാരികളാകുന്ന ജീവികളെ, മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന ഇത്തരം ജീവികളെ, വിഷജന്തുക്കളെ കൊന്നുകളയുക എന്നുള്ളത് അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം ജീവികളെ കൊല്ലുന്നതിന് വിലക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാത്ത നമുക്ക് ഇത്തരം കാര്യങ്ങൾ അനുവാദം നൽകപ്പെടുന്ന രാജ്യങ്ങളിലാണെങ്കിലാണ് ഈ പറയപ്പെട്ടതുപോലെ അവകളെ കൊന്നുകളഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവകളെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ദീനനുസരിച്ച് ജീവിച്ച് റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.